രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയെ പ്രഖ്യാപിക്കാനൊരുങ്ങി കാനഡയിലെ ലിബറൽ പാർട്ടി. മാർച്ച് 9-നായിരിക്കും പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുക. ലിബറൽ പാർട്ടി ഓഫ് കാനഡ മാർച്ച് 9-ന് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും എന്ന് പ്രഖ്യാപിച്ചു. 2025-ലെ തെരഞ്ഞെടുപ്പിൽ പോരാടാനും വിജയിക്കാനും തയ്യാറാകുന്നുവെന്ന് പാർട്ടി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ദേശീയ കൗൺസിലറാണ് തീയതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ വംശജനും കനേഡിയൻ എംപിയും ജസ്റ്റിൻ ട്രൂഡോയുടെ ദീർഘകാല വിശ്വസ്തനുമായ ചന്ദ്ര ആര്യ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കും എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാനുള്ള മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ചന്ദ്ര ആര്യ പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഷ്ട്രത്തെ പുനർനിർമ്മിക്കാൻ കാര്യക്ഷമമായ സർക്കാരിനെ നയിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുന്നതിനും ഭാവി തലമുറകൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുമായി കാര്യക്ഷമമായ ഒരു സർക്കാരിനെ നയിക്കാനായി കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തലമുറകളായി കണ്ടിട്ടില്ലാത്ത ഘടനാപരമായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവ പരിഹരിക്കുന്നതിന് കഠിനമായ തിരഞ്ഞെടുപ്പുകൾ ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി ധീരമായ തീരുമാനങ്ങൾ എടുക്കണം. ലിബറൽ പാർട്ടിയുടെ അടുത്ത നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് എങ്കിൽ എൻ്റെ അറിവും വൈദഗ്ധ്യവും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു ചന്ദ്ര ആര്യ എക്സിൽ കുറിച്ചത്. പല കനേഡിയന്മാരും പ്രത്യേകിച്ച് യുവതലമുറ കാര്യമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അധ്വാനിക്കുന്ന മധ്യവർഗം ഇന്ന് ബുദ്ധിമുട്ടുകയാണ്. നിരവധി തൊഴിലാളി കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നു. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അടുത്ത പ്രധാനമന്ത്രിയായി കാനഡയെ നയിക്കാനും ഞാൻ മുന്നോട്ട് പോകുന്നു. ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ. നമുക്ക് പുനർനിർമ്മിക്കാം, പുനരുജ്ജീവിപ്പിക്കാം, ഭാവി സുരക്ഷിതമാക്കാം എന്നായിരുന്നു ചന്ദ്ര ആര്യ പറഞ്ഞത്. ഹൗസ് ഓഫ് കോമൺസിലെ നിലവിലെ അംഗമാണ് ചന്ദ്ര ആര്യ. നവംബറിൽ ഹിന്ദു പൈതൃക മാസത്തെ അടയാളപ്പെടുത്തുന്നതിനായി ചന്ദ്ര ആര്യ കനേഡിയൻ പാർലമെന്റിന് പുറത്ത് ഓം ചിഹ്നമുള്ള ത്രികോണ കാവ്യ പതാക ഉയർത്തി. പരമ്പരാഗതമായി ജസ്റ്റിൻ ട്രൂഡോയെ പിന്തുണയ്ക്കുന്നയാളാണ്. കർണാടകയിലെ തുംകൂർ ജില്ലയിലെ സിറാ താലൂക്കിലെ ദ്വാർലു ഗ്രാമത്തിലാണ് വേരുകൾ. ധാർവാഡിലെ കൗസലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. 2006-ലാണ് കാനഡയിലേക്ക് കുടിയേറിയത്. 2015-ലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചന്ദ്ര ആര്യ 2019-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2022-ൽ കാനഡയിലെ ഹൗസ് ഓഫ് കോമൺസിൽ കന്നഡയിൽ സംസാരിച്ച ചന്ദ്ര ആര്യ വൈറലായിരുന്നു. മത്സരിക്കാനായി സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കേണ്ട തുക $3,50,000 കനേഡിയൻ ഡോളറാണ്. കഴിഞ്ഞ തവണ ഇത് വെറും $75,000 കനേഡിയൻ ഡോളർ മാത്രമായിരുന്നു. ജനുവരി 23-നകം സ്ഥാനാർത്ഥികൾ തുക കെട്ടിവെക്കണം. ജനുവരി 27 വരെ വോട്ടർ രജിസ്ട്രേഷൻ തുടരുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. വോട്ട് ചെയ്യാനുള്ള യോഗ്യതയിലും ലിബറൽ പാർട്ടി മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. 14 വയസ്സിന് മുകളിലുള്ള കനേഡിയൻ പൗരന്മാർക്കും കാനഡയിൽ സ്ഥിരതാമസമാക്കിയവർക്കും മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക. വിദേശ ഇടപെടലുകൾ ഇല്ലാതാക്കാനാണ് ഈ നീക്കമുള്ളത്. മുൻപ് കാനഡയിൽ സ്ഥിരതാമസമല്ലാത്തവർ പാർട്ടി മത്സരങ്ങളിൽ വോട്ട് ചെയ്തിരുന്നു. പിൻഗാമിയെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യൻ വംശജ അനിത ആനന്ദിൻ്റെതടക്കം നിരവധി പേരുകൾ ഇപ്പോൾ സജീവമാണ്. മുൻ ഉപപ്രധാനമന്ത്രി കൂടിയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ്, ബാങ്ക് ഓഫ് കാനഡയുടെ മുൻ ഗവർണറായിരുന്ന മാർക്ക് കാർണി, ധനമന്ത്രി ഡൊമിനിക് ഡി ബ്ലാങ്ക്, വിദേശകാര്യമന്ത്രി മെലാനി ജോളി എന്നിവരുടെ പേരുകളും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്.